തടിയായിട്ട് ഇത്ര തടിയിൽ ഒരു ചക്കല്ലേ അവന്റെ കാതിലൊരു സ്റ്റീൽ കമ്മല് കിടക്കുന്നുണ്ട്. അവൻ അനുമോള് അനുക്കുട്ടി അടുക്കളയിൽ അടി ഉണ്ടാക്കല്ലേ. അനുമോള് എല്ലാവരോടും വഴക്കുണ്ടാക്ക. എല്ലാവരോടും അവള് ആ ചപ്പാത്തികളിൽ തീയലെന്ന് പറഞ്ഞു. അതിന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ദൈവമേ അതിന് മുമ്പ് ഈ അപ്പാൻ ശരത്തനെ കൊല്ലുന്ന് പറഞ്ഞു. ഇഷ്ടമില്ലാത്തത് പറഞ്ഞേ അവനൊരു പൗരുഷല്ല. അവങ്ങനെ മോഹൻലാൽ എന്നെ ചോദിച്ചു നീ അവളിത് ഉത്തറ പോകുന്നൊരു കേക്ക് എടുത്തിട്ട് എനിക്കങ്ങനെ ഇങ്ങനെ കാണിച്ച. അതിനേക്കാളും മുന്നിൽ കളിച്ചവരൊക്കെ അത് 4 വട്ടം കടിച്ചിട്ടാ കഴിച്ച. മുടിയൊക്കെ ബോധി ഇതൊന്നും കളിക്കാൻ അറിയുന്നില്ല. കളിക്കാറില്ല. എങ്ങനെയുണ്ട് ഗെയിമിങ് അനീഷിന്റെ? എങ്ങനെയുണ്ട് ഇപ്പൊ അനീഷിന്റെ ഗെയിമൊക്കെ നല്ല രീതിയിലാ പോണേ. 3 ആഴ്ചയായി. കഴിഞ്ഞ ആഴ്ചയില് ലാലേട്ടൻ ഇത്തിരി അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ അവൻ പറഞ്ഞു ഇനി അവനിലൂടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലെന്ന്. ഈ ആഴ്ചയിൽ ഒരു മുസ്ലിം ഒരു വെളുത്തിട്ടൊരു ചക്കരാണ് ഈ അവരെ ലീഡർ. പേരില്ല ഷാനവാസ് അല്ല, ആര്യൻ. അപ്പൊ ആര്യന്റെ അവര് അത് വോട്ടെടുപ്പ് 3 ആൾക്കാണ് അത് വന്നത്. 3 പേർക്കാണ് അത് വന്നത്. അതില് അവർക്കൊരു മത്സരം വെച്ചു, സൈക്കിള് മത്സരം. ആ ചുണ്ടുകൾ ജിസീലിയ ആ പെണ്ണും ആര്യനും പിന്നെ ആ കാലിന് സുഖമില്ലാത്ത കുട്ടിയില്ലേ അങ്ങനെ സൈക്കിൾ മത്സരത്തില് ആര്യനാണ് ജയിച്ചത്. അവനാണ് അവരുടെ ലീഡർ. പക്ഷെ അവിടെ ഭക്ഷണം ഉണ്ടാക്കണത് ഇതില് അനിമോളാക്കിയില്ലേ. അവള് ആദ്യപ്പുറത്ത് കേറി ഇരുന്നിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ അവൻ പറഞ്ഞു ആര്യം പറഞ്ഞു വേണ്ട തലമുടി കൊഴിയപ്പോ തലമുടിയൊക്കെ കെട്ടിയില്ലേ. അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ. പിന്നെ ഒരു പെണ്ണ് പോയി. പിന്നെയുള്ളവർക്കൊക്കെ ഡേഞ്ചർ സോണാണ് മുഴുവനും. ആ ചക്കന്റെ പേര് മനസ്സിൽ ഷാനവാസ് ഡേഞ്ചർ സോണാണ്. പിന്നെ ഈ സിസിയിലെ ഡേഞ്ചറാണ്. മറ്റേ അവളില്ലേ ഈ അവള് ആ പെൺകുട്ടി കലാഭവൻ സാനിക അവളൊക്കെ ഡേഞ്ചർ സോൺ. 10 പേര് ഡേഞ്ചർ സോണാണ് അവര്. എന്നാലും അവർക്ക് സാമർത്ഥ്യത്തിന് ഒരു കുറവില്ലേ. പക്ഷെ ഇപ്പൊ അനീഷിനെ ആർക്കും കുത്താൻ പറ്റണില്ല. അനീഷ് ഒന്നിച്ചത് പെടണില്ല. ഈ ആഴ്ചയിലൊന്നും അനീഷ് ഒരു കാര്യത്തില് പോണില്ല. സൈലന്റായി. അനീഷ് സൈലന്റായി. അപ്പൊ അനീഷിനോട് ഇങ്ങനെ നടക്കണമെന്നൊക്കെ ചോദിച്ചത് ഇങ്ങനെ അപ്പൊ എക്സസൈസാണ്. ഞാൻ രാവിലെ നടക്കാൻ പോകും. പിന്നെ ഇവിടെ അങ്ങനെ നടക്കണം ഇവര് പറയുന്നേ. അപ്പൊ അതെനിക്ക് റിലാക്സ് ആവാനാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ അനീഷ് ഇപ്പൊ ഭയങ്കര ശാന്തനാണ്. ആരുടെ കാര്യത്തിൽ വലിയ വഴക്കുണ്ടാവുമ്പോ പോയി അവര് ശാന്തതയാക്കുന്നല്ലാണ്ട് അവൻ വ്യക്തിപരമായിട്ട് ഒന്നും പോയിട്ടാക്കില്ലേ. പക്ഷെ അവന്റെ ടീമിലായിരുന്നു ഇവര് മൃഗങ്ങളുടെ കളിയിൽ വന്ന് ഇന്നലെ. അതില് അനീഷ് കൊറ്റക്കൊമ്പൻ അങ്ങനെ കുറെ ഇങ്ങനെ ഇവര് 2 ടീമായിട്ട് അതിൽ 500 പോയിന്റ് കിട്ടുക. 3000 പോയിന്റ്. അതങ്ങനെ കളിച്ച് ആർക്ക് ഏത് ടീമിന് 500 പോയിന്റ് കിട്ടിയത് എനിക്ക് വ്യക്തമായിട്ട് പറയുന്നത് അറിയണില്ല, മനസ്സിലാവണില്ല. പിന്നെ ആ ഡോക്ടർ പെണ്ണിനെ കളിച്ചിട്ട് ഡോക്ടർ പെണ്ണിനെ കളിച്ചിട്ട് അവള് നേടുന്നു പറഞ്ഞു. അവൾക്ക് ശരിയാവെന്ന് പറഞ്ഞു. പിന്നെ ഈ ജിക്സില എന്ന് പറഞ്ഞ തമിഴത്തി പെണ്ണിന് അവളും കളിച്ച് റെഡിയാവെന്ന് പറഞ്ഞു. അവസാനം ഈ അനിമോളുടെ ഒരു കൂട്ടുകാരത്തിന്റെ ഒരു നാടകം ഈ സീരിയൽ നടി അവളും ശരിയാവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ നിർത്തി. പിന്നെ എല്ലാവരും പിന്നെ മുടിക്കാരല്ലേ അവൻ കട്ട് തിന്നതിന് ഭയങ്കരമായിട്ട് വാണിയും കൊടുത്തിട്ടുണ്ട്. ഇത് 14 വട്ടം ഇതിനോട് പറയുന്നു നീ കട്ട് തിന്നാ അടുത്ത പ്രാവശ്യത്തില് നിന്നെ പുറത്താക്കലെന്നെയാ പണിന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ കാപ്പി എടുത്ത് കുടിച്ചിട്ട് അനിമോള് പറഞ്ഞതില് വലിയൊരു പൊക്കത്തൊക്കെ സ്റ്റാൻഡിന്റെ മുകളിൽ കയറ്റിച്ചു. അപ്പൊ എന്നിട്ട് പിന്നെ അവ ഒന്ന് നോക്കിയപ്പോ അത് കാണാനില്ല. അപ്പൊ അവ അനിമോളെ കുറ്റാക്കി. അപ്പൊ അനീഷ് പറഞ്ഞു അനിമോൾക്ക് എന്തായാലും കസേരയിട്ട് കയറേണ്ടത് കിട്ടില്ല, അവളാണ് ഏറ്റവും ഉയരം കുറഞ്ഞ ആള് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ പ്രശ്നങ്ങൾ ഇപ്പൊ അനീഷ് 3 പേര് ആ കാലിന് സുഖമില്ലാത്ത കുട്ടിയും അതിന്റെ പേര് അഭിഷേകും അനീഷും ഇങ്ങനെ ഇപ്പൊ ഇത്തിരി ഈ ചക്കനാണ് ഈ മുസ്ലിമിന്റെ പേര് ഷാനവാസ്. ഇപ്പൊ അനീഷിനോട് ഇന്നലെ ഇത്തിരി കൊമ്പ് കോർത്തത്. അപ്പൊ ഷാനവാസിനോട് അവ നല്ല മറുപടി പറഞ്ഞു. അപ്പൊ ഈ ഷാനവാസിനോട് പറഞ്ഞു നീ തുമ്മിയപ്പ തെറിച്ചു പോണ അതാണ് നിനക്ക്. ഞാൻ അങ്ങനെയല്ല, ഞാനിത് നേടാൻ വന്നിട്ടെങ്കിൽ ഞാൻ നേടിയിട്ട് തന്നെ പോകുള്ളൂ. അപ്പൊ പിന്നെ ഷാനവാസ് കുറെ ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങോട്ട് പോകണ്ടായിരുന്നു.
പിന്നെ ഈ തമ്മില് ഇപ്പൊ ഒരു ചേരി തിരിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഓരോരുത്തര്. അനുമോളും ഈ ആ അങ്കമാലി ഇതില് സിനിമയിലുണ്ടായിരുന്നതൊക്കെ അല്ലേ അപ്പാൻ ശരത്തും കൂടിയിട്ട് ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ അവസാനമായിട്ട് ഈ ഡോക്ടർ പെണ്ണ് അവളോട് പറഞ്ഞപ്പോ കൊടുത്തു കഴിഞ്ഞിട്ട് അവർ രണ്ടാളെ കെട്ടിപ്പിടിച്ച് ബാപ്പ് പറയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മുസ്ലിം പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ചെറിയ ഇത്തിരി പോകുന്നത്, അതിനായിട്ട് ഇപ്പോഴത്തെ ലീഡറിനെ കൂട്ടിച്ച് പറഞ്ഞു. അതിനില്ല അപ്പക്കുത്തുള്ള ചക്കല്ലേ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു അത് എന്റെ പെങ്ങളാണ്, ഞങ്ങളൊരു ജാതിക്കാരാണ്, എന്റെ പെങ്ങളെ കുട്ടി എന്ന് പറഞ്ഞ് അതിലൊരു വിപ്ലവം. അങ്ങനെ ഇപ്പൊ പോണത് വിപ്ലവങ്ങള്. അല്ല അപ്പൊ അമ്മച്ചിക്ക് ഇപ്പൊ ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻസ് ആരാ? ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻസ് ഞാൻ പറയാം, അനുമോള് അനുക്കുട്ടി, ഈ അപ്പൻ സ്ഥലത്ത്, പിന്നെ ആ കമ്മല് ഞാത്തിയിട്ട് നടക്കണ 2 ചെക്കന്മാരില്ലേ, ഒന്ന് കമ്മല ഒന്ന് മുടി വളർത്തിയിട്ടുള്ള ചെക്കൻ, എല്ലാ സാധനങ്ങളും മോഷ്ടിച്ചു തിന്നണം അവൻ. പിന്നെ ആ തടിയായിട്ട് ഇത്ര തടിയിൽ ഒരു ചെക്കല്ലേ, അവന്റെ കാതിലൊരു സ്റ്റീൽ കമ്മല് കിടക്കുന്നുണ്ട് അവൻ. പിന്നെ ആ മുട്ടച്ചി പെണ്ണ് മുടി ബോബി ചെയ്തിട്ടൊരു പെണ്ണില്ലേ ശാരിക എല്ലാം 3 പറയുന്നുണ്ട്. തല്ലു വഴക്കന്നെ. അവളൊരു ഗെയിമിൽ പാമ്പാർന്നു, അപ്പൊ അവൾക്ക് 10 ഇത് കുഴക്ഷം കൂടുതലാകൊണ്ട് കൊത്തുന്ന് പറഞ്ഞ് കിടക്കാറുന്നു. അപ്പൊ ഇന്ന് അനുമോള് അനുക്കുട്ടി എന്താ പ്രശ്നം? അനുമോള് അനുക്കുട്ടി അടുക്കളയിൽ അടി ഉണ്ടാക്കല്ലേ. അനുമോള് എല്ലാവരോടും വഴക്കുണ്ടാക്ക, എല്ലാവരോടും. അവള് അത് ഗെയിം വഴക്കുണ്ടാക്കണം ഗെയിമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതെടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കിയത് വെള്ളം കൂടി ഇപ്പൊ അവൾക്ക് ഈ കുണ്ടിലുള്ള പാത്രത്തിലേക്ക് എത്തുന്നില്ല. അപ്പൊ അവളെ എന്ത് ചെയ്ത് പാചകപ്പുറത്ത് കയറി മുട്ടുത്തി നിന്നു. നീട്ടുന്നത് ഇളകണില്ല. അപ്പൊ ഇപ്പോഴത്തെ ലീഡർ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇളക്കാന്ന്. അവള് പറഞ്ഞു തൊട്ട് വരുത് ഞാൻ ഇളക്കാം. അപ്പൊ അവൻ പറഞ്ഞു ഞാനാണ് ഇവിടുത്തെ ലീഡർ, ഞാൻ പറയുന്നത് നിങ്ങൾ കിച്ചണിലുള്ളവര് കേൾക്കുണ്ടെന്ന് പറഞ്ഞു. അവനവിടെ നിന്നാലും ഇളക്കാൻ നല്ല വലിപ്പുണ്ടല്ലോ അങ്ങനെ. അപ്പൊ ഓരോരുത്തർക്ക് തമ്മില് ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേ. അനുമോള് നല്ല കുട്ടിയാവും, പക്ഷെ ഗെയിമില് അവള് അത്ര മിടുക്കത്തിയല്ല. അല്ല അനുമോള് ഇപ്പൊ ചപ്പാത്തി കള്ളി എന്നിട്ട് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു, കണ്ട? ചപ്പാത്തി കള്ളിന്ന് വിളിച്ചതിന് കരഞ്ഞെന്ന് പറഞ്ഞു. ചപ്പാത്തി കള്ളി നീയെന്ന് പറഞ്ഞു. അതിന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ദൈവമേ, അതിന് മുമ്പ് ഈ അപ്പാൻ ശരത്തനെ കൊല്ലുന്ന് പറഞ്ഞു. നീ അവിടെ ചെന്നിട്ട് ചെവിടെ തടിക്ക് അടുത്ത് ഇത് ചെയ്യും, നിന്നെ അങ്ങനെ ചെയ്യും, നീ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു 2 കൈ കെട്ടിപ്പിടിച്ച് പറഞ്ഞു എന്റെ ഭാര്യ 4-5 മാസം ഗർഭിണി, ഞാൻ അവിടെ വന്നിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവര് 2 സോൾവ് ചെയ്യാം. അപ്പൊ ഇവള് അവന്റെ കാല് പിടിക്കാൻ നിന്നപ്പോ സമ്മതിച്ചില്ല. അവന്റെ കാലൊന്നും പിടിച്ച് പാപ്പ് ചോദിക്കണ്ട എന്ന് പറഞ്ഞു. ഈ ഷാനവാസ് പറയണത് കഴുത ഈ കലാഭവൻ ശാരിയെ കഴുതിയായിരുന്നു. അപ്പൊ അവള് കഴുതിയതിന് ഇപ്പം പറയണത് കഴുതയ്ക്ക് ഒരു ബുദ്ധിയില്ലാന്ന്. അപ്പൊ അനീഷ് പറഞ്ഞ് ജയിച്ചത് എന്നിട്ടാന്ന് വെച്ചാല് ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് അവസാന പെരുന്നാളിന് കഴുതപ്പുറത്താണ് യേശു ജെറുസലം ദേവാലയത്തിലേക്ക് എഴുതുന്ന. അപ്പൊ അവൻ പറഞ്ഞു യേശു കഴുതപ്പുറത്ത് ജെറുസലം ദേവാലയത്തിലേക്ക് ജയ് വിളിച്ചു വന്ന മൃഗട കഴുത. പിന്നെ ഒരാളെ ഒരു പഴയ കാലത്തെ രാജാവ് കഴുതപ്പുറത്ത് സഞ്ചരിക്കുമ്പോ ദൈവത്തിന്റെ ദൂതൻ കൊല്ലാൻ വന്നപ്പോ ഈ കഴുത മതിലിനോട് ചാരി നിന്നിട്ട് 2 പ്രാവശ്യം രക്ഷിച്ചു. അപ്പൊ ഈ കഴുതനെ ഈ രാജാവ് അടിച്ചപ്പോ കഴുത ചോദിച്ചു എന്തിനാ നീ എന്നെ ഒരു തെറ്റും ചെയ്യണ്ട എന്നെ അടിക്കണേന്ന്. അപ്പൊ പറഞ്ഞു നീ ചാടിയനാണ്. അപ്പൊ കഴുത പറഞ്ഞു നിന്റെ ഉള്ളം കണ്ണ് തുറന്നു നോക്ക, അപ്പൊ നിനക്ക് കാണാം. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ ഇവനെ വെട്ടാങ്ങനെ വാള് കൈപിടിച്ച് നിൽക്കുക. അപ്പൊ കഴുതോട് സ്നേഹമായി കഴുതങ്ങനെ മതിലോട് ചാടിയ കാരണം കൊണ്ട് രക്ഷപ്പെട്ടു. ഇതൊന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഇവന് മനസ്സിലാവോ? ഇവ മുസ്ലിം അല്ലേ? അവൻ ഇഷ്ടമില്ലാത്തത് പറഞ്ഞേ അവനൊരു പൗരുഷല്ല. അവങ്ങനെ മോഹൻലാൽ എന്നെ ചോദിച്ചു നീ എന്താ ഇങ്ങനെ കാണിക്കണേ, നീ ശ്രദ്ധിക്കരുത്, നീ കേൾക്കണ്ട, ഉവലാലേട്ട. അപ്പൊ നീ എന്താ ഇങ്ങനെ ഓരോന്ന്? ഞാനേ വീട്ടിൽ അടുക്കളയത് പാൽപ്പൊടി കേട്ട് തിന്നണം. അത് നിന്റെ വീട്ടില് ബിഗ് ബോസ് ഉണ്ടോ ചോദിച്ചു. അതില്ല, ഇവിടെ കൊണ്ടാക്കുന്ന സാധനം ഇവിടെ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പില് ബിഗ് ബോസിൽ കൊണ്ടാക്കിയിട്ട് നീ മാത്രം നിന്നാ മതിയാ. നീ ഉരുളങ്കിഴങ്ങ് വറുത്ത് തിന്നണു, ഈ തക്കാളി അതെടുത്ത് തിന്നണു, ആ ജ്യൂസ് എടുത്ത് കുടിക്കണം. ഇപ്പൊ നല്ല നാരങ്ങ കൊണ്ടുവച്ചിട്ട് 8 നാരങ്ങ പൊട്ടിച്ചു വെച്ചു. അതിന്ന് പറഞ്ഞ അനുമോളെടുത്ത് പറഞ്ഞ ഈ
തമിഴ് മുസ്ലിമിന്റെ പേര് പോവഞ്ഞ ഷാനവാസ് പറഞ്ഞു കിട്ടി. അത് അനീഷ് കണ്ടു, നീ നാരക തരണം, ഞാൻ കടക്കാട്ടെങ്കിൽ പിടിക്കില്ല അത് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ ബിഗ് ബോസിനോട് ചോദിക്കട്ടെ. അപ്പൊ വേണ്ട, ഞാൻ ആരെണ്ണെടുത്തു 14-18 നാരങ്ങ കൊണ്ടച്ചിട്ട് കുറെ ആൾക്കാരെ മുതൽ അപ്പൊ അനീഷ് പറഞ്ഞു എന്റെ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഞാൻ കണ്ടു വളർന്നതാ, ഞങ്ങൾക്ക് ഒരു പച്ചക്കറിക്ക് ഒരു പഴങ്ങൾക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോഴും അവരുടെ വീട്ടില് വീട് കണ്ടോ, വീട് പടി വരെ വാഴയും ചെടി പൂവും പച്ചക്കറി ഉണ്ടാക്കല അവരെ അമ്മയ്ക്ക് ഒരു പടി. അമ്മ നന്നായിട്ട് പനിയെ വന്നിണ്ടായിരുന്നു, പോയോന്ന് അറിയില്ല. 1 മാസത്തിന് പനി അഭിഷ് വന്നിണ്ടായിരുന്നു. അപ്പാനിശരത്തിന് എന്താ ഇഷ്ടമില്ലാത്ത പറഞ്ഞോ? അപ്പാനിശരത്ത് എന്ന് പറയണ്ട ആ തടിയൻ ഒറ്റക്കമ്പിലിട്ട് അല്ല ഈ അങ്കമാലി വെച്ചിട്ട് കളിച്ചോനാ. അവൻ ഇങ്ങനെ അന്വേഷണ ചെവിട്ടല് ഷൗട്ട് ചെയ്തത് മാത്രല്ല ഒരു പെരുമാറ്റത്തിന് ഒരു ഇത് പോരായില്ലേ വെച്ചാല്. പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അവരുടെ ഗെയിമുകളിൽ വരുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് അവന്റെ ഗെയിം കളിച്ച് വരുമ്പോ ഒരു ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോ ഞങ്ങൾക്കത് നേടണം എന്നുള്ള ഒരു ആഗ്രഹം അവന്റെ ഉള്ളില് കുറവാ. പിന്നെ ഇന്നലെ അനുമോള് ഈ ഓരോ സാധനങ്ങൾ തിന്നണ മത്സരത്തില് അവളിത് ഇത്ര പോകുന്നൊരു കേക്ക് എടുത്തിട്ട് വാങ്ങിക്കണ്ടാമുട്ടിട്ട് ഇങ്ങനെ കാണിച്ച. അതിനേക്കാളും മുന്നിൽ കളിച്ചവരൊക്കെ അത് 4 വട്ടം കടിച്ചിട്ടാ കഴിച്ച. ഇവിടുന്ന് ഒന്നിച്ചു വായല കയറ്റിയിട്ട് കുറെ അങ്ങോട്ട് ഡാൻസ് കളിച്ചു, പിന്നെ കൈ നക്കി കാല് നക്കി ഇങ്ങനെ ഇതാക്കി. അപ്പൊ അത് ലോകം മുഴുവൻ കാണുന്ന ഒരു ഷോ അല്ലേ. അനീഷ് ഒരു പച്ചക്കത്ത് അത് കയ്പനീരെ എന്തുകൊണ്ടാണാവോ അതവൻ നല്ല മാന്യമായിട്ട് മുഖത്തിന്റെ ഒരു എക്സ്പ്രഷൻ വരാണ്ട് മാന്യമായിട്ട് കുടിച്ചു. മാർക്ക് പറഞ്ഞാലും അവന്റെ ഗ്രൂപ്പ് വൃത്തിയായിട്ട് കളിച്ചു. ആ 2 പെൺകുട്ടികൾ ഒട്ടിരിക്കുന്നതിൽ ഒരാൾ ആ ഗ്രൂപ്പിൽ ഒരാൾ ഈ ഗ്രൂപ്പിലായിരുന്നു. അപ്പൊ അവരിപ്പോ വലിയ കുഴപ്പമില്ലാണ്ട് കുറച്ചുകൂടി ഇതിൽ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ കാലിന് സുഖമില്ലാത്ത കുട്ടി, പിന്നെ ഈ അനീഷ്, പിന്നെ ഈ വേറെ ഇപ്പോഴത്തെ ചർച്ചക്കല്ലേ ശരത്ത്. ഇപ്പൊ അവനെ കുറച്ച് മുമ്പ് താന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 4 പേര് വേണമെങ്കിൽ അവസാനത്തിലേക്ക് 1, 2, 3, 4 നിൽക്കും. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ പോകും, ആരൊന്നുമില്ല. ആ മുടിയൊക്കെ ബോധിതനൊന്നും കളിക്കാൻ കളിക്കാറില്ല. ആ ഒരു ആമയായി പെൺകുട്ടി ഉണ്ട്, എന്നിട്ട് അതിന്റെ ഒരു വണ്ണം കുറട്ടൊരു പെൺകുട്ടി ഫാത്തിമ ചെറുത് രേഖന ഫാത്തിമ കൂടാണ്ട് അറിയണ്ട്. വണ്ണം കുറട്ട് ഇത്തിരി പൊക്കത്തല്ല മുടി ഇതിട്ടിട്ട് അത് ഈ ഗെയിമിലെ ആമയായിരുന്നു. അതിനൊന്നും ഒരു ഇതില്ല. അതിന്റെ ആ മറ്റേ മുസ്ലിം ചെക്കൻ പൊക്കളതേ നിന്റെ ഭർത്താവ് മരിച്ചില്ലടി, നിനക്ക് കുട്ടികളെ 3 ആളില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പറഞ്ഞു. നിനക്കൊക്കെ ഇങ്ങനെ ഭർത്താവ് ജീവിച്ചിരിക്കേ. അപ്പൊ ആ പെണ്ണ് ഭയങ്കര കരച്ചലായിരുന്നു. എനിക്ക് വീട്ടിൽ പോണം എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാൽ വന്നിട്ട് ചോദിച്ചു, ആരൊക്കെ ഭർത്താവ് മക്കന്മാര് മരിക്കാത്ത ആരൊക്കെ ജീവിക്കാൻ പറ്റണവര് എത്ര കാലം നമ്മൾ രേണുസുതി എത്ര കാലം നമ്മൾ ഉണ്ടാവും പറയാൻ പറ്റുമോ? അങ്ങനെ പരസ്യമായിട്ട് അവനെ കൊണ്ട് അവളുടെ കാര്യത്തിൽ പോയിട്ട് മാപ്പ് ചോദിക്കില്ല, ക്ഷമ പറയില്ല അങ്ങോട്ട്. പിന്നെ അവര് സ്നേഹമായി. പക്ഷെ ആ പെൺകുട്ടിക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വല്ല ഗെയിം കളിച്ചാ അതിന്റെ ഇരട്ടി അവള് പറയും ചെയ്യും. അവിടെ ആമയായിരുന്നു. ആമയും മുതലും പന്തയും വെച്ചിട്ട് ആമയെ ജയിച്ച എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇത്തിരി ഒരു ആന്തരിക സൗഖ്യമില്ലാത്ത മനസ്സിനൊരു മുറിവില്ലാത്ത മുറിവായ പോലെ അതിന്റെ കുടുംബജീവിതത്തിന്റെ പ്രശ്നമാവും. അത് പറഞ്ഞ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഇവിടുന്ന് ഇത് കളിക്കുമ്പോ കിട്ടുമായിരിക്കും, അങ്ങനെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അക്ബർ കുഴപ്പമില്ല. അതെന്ന് പറയുന്നത് ഏതാ അക്ബർ എന്ന് പറയണേ? അക്ബർ മറ്റേ എന്താണ് അവനെ പൊക്കത്തിലുള്ളവര് വെളുത്തിട്ട് കുറച്ച് ഹൈറ്റ് മീശല്ലാണ്ട് അതൊക്കെ പറയണേ. അവനാണ് ഈ പെൺകുട്ടിയോട് പറഞ്ഞത് നിന്റെ ഭർത്താവ് നിനക്ക് എങ്ങനെ ഭർത്താവ് അതൊക്കെ ചോദിച്ചത്. അത് ചോദിച്ചത് അവ ഇപ്പൊ കുറച്ചൊക്കെ മാന്യമായിട്ട് പെരുമാറുന്നുണ്ട്. പക്ഷെ ഈ കലാഭവൻ ഷാരി ആ പെണ്ണിനെ ഇവര് കുറെ പറഞ്ഞു. കലാഭവനിൽ പോയിട്ട് നിൽക്കുക. അപ്പൊ അവിടെ പറഞ്ഞു 20 വർഷമായി ഞാൻ ഈ കലാമേഖലയിലേക്ക് ഇറങ്ങിയിട്ട് ഇതുവരെ എന്നെ ഇതുപോലെ തേച്ചും ചവിട്ടരച്ച പറഞ്ഞ ഒരാളില്ല. പക്ഷെ എന്ന് പറഞ്ഞു. അപ്പൊ അവള് ഈ ഇവരെ ഫ്ലവേഴ്സിലൊക്കെ കുറെ പരിപാടികളിൽ പറഞ്ഞത് ഇവരെ കോമഡിയിലൊക്കെ അങ്ങനെ ഓരോരുത്തർക്കും തോന്നുന്നു ഓരോന്ന് 4 പേര് എന്തായാലും ഒരു വിധം ഇതില്ലാണ്ട് പോകും. ഇപ്പൊ ഡേഞ്ചർ സോണാണ് ഇവരെയൊക്കെ കാണിക്കുന്നത്. കപ്പടിക്കണം എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ ആഗ്രഹം. അനീഷ് ആന്റണീനെ
അപ്പൊ ഞങ്ങളുടെ ഇടവകയിലെ ഈ പള്ളിയുടെ ഇടവക മധ്യസ്ഥന്റെ പേര് സെന്റ് ആന്റണി എന്നാണ്. ഓടന്നൂർ സെന്റ് ആന്റണീസ് പള്ളിന്നത്. അപ്പൊ അനീഷിന്റെ പേര് അനീഷ് ആന്റണി എന്നാണ്. അപ്പൊ അവർ ആന്റണി ആയിട്ട് ജയിച്ചു വരട്ടെ.